എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രാഫിക്സ് പരീക്ഷ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അറിയുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ KTU S1 കുട്ടികളുടെ അടുത്ത പരീക്ഷ ഡിസംബർ 29 നടക്കാൻ പോകുന്ന ഗ്രാഫിക്സ് എക്സാമാണ്. അതുകൊണ്ട് തന്നെ നിരവധി കുട്ടികൾ കഴിഞ്ഞ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു, സപ്ലി ഇല്ലാതെ ഗ്രാഫിക്സ് എങ്ങനെ എളുപ്പത്തിൽ പാസ്സാകുവാൻ സാധിക്കുമെന്ന്. 2024 സ്കീമിലെ ആദ്യ ബാച്ചിന്റെ റിസൾട്ട് വന്നപ്പോൾ കുറച്ചധികം കുട്ടികൾ ഗ്രാഫിക്സ് പരീക്ഷയിൽ ഫെയിലായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഗ്രാഫിക്സ് പരീക്ഷയിൽ മാർക്കുകൾ കിട്ടാനും അതുപോലെ തന്നെ മാർക്കുകൾ പോവാനും വളരെ എളുപ്പമാണ്. അതായത് നിങ്ങൾ ഒരു ഉത്തരം എഴുതി തുടങ്ങുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് തന്നെ തെറ്റിയാൽ നിങ്ങളുടെ മുഴുവൻ മാർക്കുകൾ അങ്ങനെ തന്നെ പോകുവാൻ സാധ്യതയുണ്ട്. വരയ്ക്കുവാൻ പാടുള്ളവരാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ എടുത്ത് കുറഞ്ഞത് ആദ്യത്തെ കുറച്ച് സ്റ്റേജുകളെങ്കിലും വരയ്ക്കുവാൻ പഠിക്കുക. ഗ്രാഫിക്സിൽ വരയ്ക്കുന്ന ഓരോ സ്റ്റേജിനും അതിൻ്റെതായ മാർക്കുകൾ ഉണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ അഥവാ നല്ല നോട്ട്സുകൾ വേണമെങ്കിൽ ഒരു വാട്സപ്പ് ബോട്ട് പരിചയപ്പെടുത്താം. കോളേജ് ദോസ്തിൻ്റെ ഔദ്യോഗികമായ ബോട്ടാണ്. ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തുടങ്ങിയ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. പരമാവധി എല്ലാവരും കയറി പരിശോധിക്കുവാൻ ശ്രമിക്കുക. അതേസമയം ഗ്രാഫിക്സ് പരീക്ഷയോടനുബന്ധിച്ച് നിരവധി കുട്ടികൾ ചോദിച്ചിരുന്നു, നല്ലൊരു യൂട്യൂബ് ചാനൽ സജസ്റ്റ് ചെയ്യുമോ എന്ന്. ഇതുമായി ബന്ധപ്പെട്ട് M-Sigma ഗോകുലം എന്നൊരു പ്ലാറ്റ്ഫോം അവരുടെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഗ്രാഫിക്സ് എക്സാമിന് വേണ്ടി ഫ്രീ ലൈവ് ക്ലാസുകൾ നൽകുന്നുണ്ട്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇതുകൂടാതെ ഗ്രാഫിക്സ് എക്സാമിൽ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുമ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ വരയ്ക്കുവാൻ ശ്രമിക്കുക. നല്ല പെൻസിൽ ഉപയോഗിച്ച് ലൈനുകളെല്ലാം മാർക്ക് ചെയ്യുക. കൂടാതെ വേണ്ട എല്ലാത്തിൻ്റെയും ഡൈമെൻഷൻസ് മാർക്ക് ചെയ്ത് എന്ന് ഉറപ്പുവരുത്തുക. ഗ്രാഫിക്സ് പരീക്ഷ സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങളുള്ളവരാണെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ്. നന്ദി.